മക്കളെ, അപ്പം നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് ടൈം ടേബിൾ വേണം അല്ലേ, പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒരു നല്ല ടൈം ടേബിൾ വേണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് മിസ്സിനൊരു കാര്യം പറയാനുള്ളത്, ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് എങ്ങനെയാണെന്നുള്ളത്, എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് എനിക്കാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അറിയാം അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ടൈം ടേബിൾ മിസ്സിനാണ് ഉണ്ടാക്കാൻ പറ്റുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡേ എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്, എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, നിങ്ങൾക്കൊരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ആർക്കറിയാം? നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം അതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ്ലി വേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം കൂടെ വെറുതെ കളയണ്ട. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിക്സഡ് ടൈം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു ഫിക്സഡ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സമയമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉറക്കം, നമ്മൾ എന്തായാലും ഒരു 6 to 7 hours നമ്മൾ ഉറങ്ങണം, അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫിക്സഡ് ടൈമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ സ്കൂൾ ടൈം, നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്കൂറാണ് സ്കൂളിലുണ്ടാവുക. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 9 to 5 ആണ് നിങ്ങളുടെ സ്കൂളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവേഴ്സ് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ 24 hours നിന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇതെന്താണ്, നോട്ട് ഇൻ കൺട്രോൾ, നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത അവേഴ്സാണ് ഇത്. അതിനെയാണ് നമ്മൾ ഫിക്സഡ് ടൈം എന്ന് പറയാം. ആ ഫിക്സഡ് ടൈം, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയതിന് ശേഷം ഈ 24 hours നിന്ന് നിങ്ങളുടെ ഈ ഒരു ഫിക്സഡ് ടൈം അല്ലെങ്കിൽ ഈ ഫിക്സഡ് അവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ബാലൻസ് ഒരു മിനിമം ഒരു 5 hours ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം അനുസരിച്ച് ഇത് ചെയ്യണം. അങ്ങനെ ഒരു 5 hours ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ 5 hours കാര്യങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. റെഡി? അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ടൈം ടേബിൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിക്സഡ് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്കിനി എത്ര ടൈം അല്ലെങ്കിൽ എത്ര അവേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഫിക്സ് യുവർ ഒബ്ജക്റ്റീവ്സ്. അപ്പം നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടായിരിക്കണം, ഒരു വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അതായത് ഈ വീക്ക്ലി ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേസിലൊക്കെ പ്ലാൻ ചെയ്യാം. അതായത് ആ ഒരു വീക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ളത്, നിങ്ങളുടെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ആൻഡ് ഡെയിലി ടൈം ടേബിളിൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ അവേഴ്സിൽ നിങ്ങൾ ഏതൊക്കെ എപ്പോഴൊക്കെ പഠിക്കുന്നു എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ ടൈം ടേബിൾ എന്ത് ചെയ്യാം, റിയലിസ്റ്റിക് ആക്കാം. റിയലിസ്റ്റിക് ആയിരിക്കണം, അതേപോലെ തന്നെ അച്ചീവബിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മിസ് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടായിരിക്കണം, വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ വെക്കുന്ന ആ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളുടെ കപ്പാസിറ്റി എത്രയാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു ചാപ്റ്റർ എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ചില മക്കളാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറേ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാരാണെങ്കിൽ കുറേ സമയം കൊണ്ട് കുറച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് 2 കൂട്ടർക്കായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ എബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പം ഞാനൊരു സ്ലോ ലേണറാണ്, അപ്പം ഞാൻ എന്നിട്ട് എന്ത് കരുതുകയാണ്, ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ 2 ചാപ്റ്റർ കവർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അച്ചീവബിൾ അല്ലാത്ത, നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്താലൊരു പ്രശ്നം, നമുക്ക് ഒരിക്കലും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ടൈം ടേബിളിനോടുള്ളൊരു ട്രസ്റ്റ് നഷ്ടപ്പെടും. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് പറഞ്ഞ കാര്യമല്ല, അങ്ങനൊരു കാര്യം വരും. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 2 hours കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ചാപ്റ്ററിൻ്റെ ഹാഫാണ് കവർ ചെയ്യാൻ പറ്റുക. പുതിയൊരു ചാപ്റ്റർ ആണെങ്കിൽ, ഓൾറെഡി പഠിച്ചതാണെങ്കിൽ ഒരു 1 hour കൊണ്ട് ഞാനൊരു ചാപ്റ്റർ റിവൈസ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ്, എപ്പോഴാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് അടുത്തതാണ് നിങ്ങൾ ഇങ്ങനൊരു കോട്ട് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അതായത് ഇഫ് ഇറ്റ്സ് യുവർ ജോബ് ടു ഈറ്റ് എ ഫ്രോഗ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഡു ഇറ്റ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്. അതായത് തവളേനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമില്ല, നമ്മളാരും ചെയ്യുന്ന കാര്യമല്ല.
പക്ഷേ അതപ്പം തവളേനെ കുറിച്ച് പറയാൻ കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ ചെയ്യണം? ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്, രാവിലെ ആദ്യം ചെയ്യണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണമല്ലോ, ഈ ടാസ്ക് ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ആൻഡ് ഇഫ് ഇറ്റ് ഈസ് യുവർ ജോബ് ടു ഈറ്റ് 2 frogs, അതായത് 2 ബുദ്ധിമുട്ടുള്ള പണികളുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു ഈറ്റ് ദ ബിഗ്ഗസ്റ്റ് വൺ. അപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് ആദ്യം ചെയ്യണം. ഇത് ആരുടെ കോട്ടാണ്? മിസ് പറഞ്ഞല്ല, മാർക്ക് ട്വെയിൻ്റെ കോട്ടാണ്. ആൻഡ് ഇങ്ങനെ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് നിങ്ങൾ എപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് രാവിലത്തെ ടൈം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക? നമ്മളുടെ ഡേ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു സൺഡേ ആണെങ്കിൽ കൂടെ ഒന്ന് സൺഡേ അല്ലേ ഇന്ന് ഫുള്ള് ഉറങ്ങി കളയാം എന്ന് ചിന്തിക്കാതെ അത് നിങ്ങളൊരു 6:30, സാധാരണ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞതിൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടാസ്ക് ആദ്യം ചെയ്യുക. അങ്ങനെ 2ഓ അതിലധികമോ ഡിഫിക്കൾട്ട് ടാസ്ക് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടുള്ളത് ഏതാണോ അത് ഫസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ദെൻ അടുത്തത് നിങ്ങളുടെ ടൈം ടേബിളുമായിട്ട് നിങ്ങൾ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ കരുതരുത്. അതായത് നമ്മളുടെ ടൈം ടേബിൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മളൊരു 6 മണിക്കൂറാണ് വിചാരിച്ചതെങ്കിൽ അതൊരു 6.5 മണിക്കൂറായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയം ഇതാണ് കരുതിയതെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ ടൈം ടേബിൾ ഫുള്ള് പോയി, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ കരുതാതെ കുഴപ്പമില്ല, ഒന്ന് ഫ്ലെക്സിബിൾ ആവാം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ ലാസ്റ്റാണ് നിങ്ങളുടെ ടൈം ടേബിളിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾക്കൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആ ആൾ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്യും അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടൈം ടേബിൾ. ആ ഒരു ടൈം ടേബിളിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിനെ റിവ്യൂ ചെയ്യുക. അതിൽ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള റിവ്യൂ ചെയ്യുക. ആൻഡ് നിങ്ങളത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു റിവാർഡൊക്കെ കൊടുക്കാം. നീ ഈ ഒരാഴ്ച നല്ലപോലെ നിങ്ങളുടെ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നാൽ നിനക്ക് എന്താണ് ഈ വീക്കിൽ വൈകിട്ട് ഇങ്ങനെ ചെയ്യാം, നിൻ്റെ ഒരു ഇഷ്ടമുള്ള ആക്ടിവിറ്റി നിനക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഉറങ്ങാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്ക് തന്നെ ഒരു റിവാർഡൊക്കെ കൊടുക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഇതിനൊരു ഫിക്സഡ് അവേഴ്സ് തീർച്ചയായിട്ടും വെക്കുക. ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. സോ സ്ലീപ്പിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു ബെസ്റ്റ് ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വന്നതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര ആൾക്കാരുടെ ഈ ഒരു അവേഴ്സ് വേസ്റ്റ് ആയിട്ടില്ല എന്ന്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.